ഇനി ചില സമയത്ത് കുട്ടികൾ ചോദിക്കാറുണ്ട്, സാർ ഏത് സബ്ജക്റ്റാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്? ഞാൻ ഈ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ സെറ്റ് ചെയ്ത സബ്ജക്റ്റ് ഉണ്ടാവും. ഇന്ന സബ്ജക്റ്റ് ആദ്യം എഴുതണം, ദെൻ സെക്കൻഡ് ഇത് അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഫ്രെയിം വർക്കിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും മാറരുത്. കാരണം നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത് നിങ്ങളാണ്. നമ്മൾ പൊതുവെ പറയല്ലോ, കളിക്കളത്തിൽ ഇറങ്ങിയിട്ട് കളിക്കുന്നവനാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളത്. അതുതന്നെയാണ്, നിങ്ങളാണ് കളിക്കളത്തിൽ ഇറങ്ങി കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ആളുകൾ നിങ്ങളാണ്. എങ്ങനെ കളിക്കണം എന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് പോകേണ്ടത്. ഞാൻ ഈ പറഞ്ഞു തരുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം മാറ്റം വരുത്തിയാൽ മതി. ഞാൻ പൊതുവെ പറയാറുള്ളത്, നീറ്റ് എക്സാമിനേഷനിൽ ആദ്യം എഴുതേണ്ട സബ്ജക്റ്റ്, ഫസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ട സബ്ജക്റ്റ് ബയോളജിയാണ്. ഒരിക്കലും ഇത് കമ്പൽസറി അല്ല കേട്ടോ. ഇതൊരിക്കലും കമ്പൽസറി ആയിട്ട് ഞാൻ പറയാറില്ല, ഓപ്ഷനാണ്. നിങ്ങൾക്ക് സ്വീകരിക്കാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്താണോ പഠിച്ചത് അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവാം. ബയോളജി എന്തുകൊണ്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ബയോളജി ഞാൻ പറഞ്ഞത് ആദ്യത്തെ 15 മിനിറ്റ് എന്താ, ടെൻസ്ഡാണ്. ഓക്കെ, കുറച്ചെങ്കിലും നമ്മൾ NCERT വായിച്ച ഒരാളാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ബയോളജി ഒരുപാട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരുപാട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും, നമ്മുടെ ടെൻഷൻ പകുതി കുറഞ്ഞു കിട്ടും. ആ ക്ലാസ്സിൽ പിന്നെ പകുതി ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ക്വസ്റ്റ്യൻസ് കഴിയാം. ഇപ്പോൾ നമ്മൾ ആ ബോട്ടണിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തു, 35 ക്വസ്റ്റ്യൻസ് നോക്കി, അതിൽ 32 ക്വസ്റ്റ്യൻസ് കിട്ടി, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടി. അടുത്ത 10 ക്വസ്റ്റ്യൻസ്, അത് നമുക്ക് 8 ക്വസ്റ്റ്യൻസ് കിട്ടി, നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടി വരികയാണ്. അപ്പോൾ ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ബയോളജി എന്ത് ചെയ്യും, ബയോളജി കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രത്യേകിച്ചും ലാസ്റ്റ് നീറ്റിനൊക്കെ ചോദിച്ചതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല, കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല. ലാസ്റ്റ് നീറ്റിനൊക്കെ ചോദിച്ചതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു മക്കളെ. നമ്മൾ ബയോളജി റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോകും. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടി വരും. ഒരു 45 മിനിറ്റിനുള്ളിൽ ബയോളജി നമ്മൾ സേവ് ചെയ്യും, നമ്മൾ റെഡിയായി. സെക്കൻഡ് ഞാൻ പറയുന്നത്, രണ്ടാമതായിട്ട് നിങ്ങളെടുത്ത് പറയുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലേക്ക് പോകും. കെമിസ്ട്രി പറയാൻ കാരണം, കെമിസ്ട്രിയിലേക്ക് സെക്കൻഡായിട്ട് നിങ്ങളെടുത്ത് കെമിസ്ട്രി സജസ്റ്റ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത്, കെമിസ്ട്രിയിൽ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പ്രോബ്ലം ഉണ്ടാവും. തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ്, തിയറി പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെനിക്ക് തോന്നുന്നു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു പക്ഷേ കൂടുതലായിട്ട് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നീട് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ കുറച്ച് സമയം ഇരിക്കേണ്ടതായിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു 50 അല്ലെങ്കിൽ 55 മിനിറ്റ്സ്, ബയോളജി ഒരു 45 to 50 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ 50 to 55 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് കെമിസ്ട്രിയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി നമ്മുടെ ഷൈനിങ് സബ്ജക്റ്റ്, ഓക്കെ, തേർഡ് മോസ്റ്റ് വാണ്ടഡ് സബ്ജക്റ്റ് ഫിസിക്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഏകദേശം ഫിസിക്സിന് ഒരു 1.25 മണിക്കൂർ, ഓക്കെ, 1 മണിക്കൂറും 15 മിനിറ്റും 75 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്സിന് കൊടുക്കാൻ പറ്റും. ധാരാളം നമുക്ക് ഫിസിക്സ് സാവധാനം ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച്, പ്രോബ്ലം എല്ലാം തന്നെ വർക്കൗട്ട് ചെയ്ത്, ഇക്വേഷൻസ് എല്ലാം അപ്ലൈ ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് ഫിസിക്സ് പഠിച്ചെടുക്കാനുള്ള, ഫിസിക്സ് മനസ്സിലാക്കി എടുക്കാനുള്ള ടൈം കിട്ടും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക, അതായിരിക്കണം നിങ്ങൾക്ക് കംഫർട്ട്. ഞാൻ പൊതുവെ പറയാറുള്ളത്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് എങ്കിൽ ഫസ്റ്റ് ഫോക്കസ് ബയോളജി, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക, കോൺഫിഡൻസ് ലെവൽ കൂട്ടും. സെക്കൻഡ് കെമിസ്ട്രിയിലേക്ക് പോവുക. തേർഡ് നിങ്ങൾ ഫിസിക്സ് ചെയ്യുക. ഓക്കെ, ഫിസിക്സിന് മാക്സിമം ടൈം കിട്ടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുള്ളത്, സർ സ്പോട്ട് മാർക്കിംഗ് ചെയ്യണോ അതല്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം മാർക്ക് ചെയ്യണോ എന്നുള്ളതാണ്. എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്തതിനു ശേഷം സെപ്പറേറ്റ് ആയിട്ടൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് മാർക്ക് ചെയ്യണോ എന്നുള്ളതാണ് ചോദിക്കുക. അതായത് OMR-ന്റെ മാർക്കിങ്സിനെ പറ്റിയാണ് ചോദിക്കുക. ഇവിടെ ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്, 2 രീതിയിൽ നിങ്ങൾ ചെയ്താലും ക്വസ്റ്റ്യൻ്റെ നമ്പർ നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. വിച്ച് വൺ ഈസ് ബെസ്റ്റ് എന്നുള്ളത് ഞാൻ പറയാം, എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം ഏതാണ് നല്ലത് എന്നുള്ളത് ഞാൻ പറയാം. എന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ്റെ നമ്പർ നോക്കിയിട്ട് വേണം
നിങ്ങൾ അതിനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് പോവാൻ. ഓക്കെ, ഒന്നിലധികം മാർക്ക് ചെയ്യരുത്, മാർക്ക് ചെയ്ത ഭാഗം വെട്ടരുത്. കാരണം ഇതെല്ലാം തന്നെ മെഷീനാണ് റീഡ് ചെയ്യണത്, മനുഷ്യനല്ല. അത് ആലോചിക്കുക. മെഷീൻസ് ആണ് ഇതെല്ലാം തന്നെ റീഡ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണിക്കുന്ന എറേഴ്സ് അതിലെന്ത് ചെയ്യാം, വരാം. ഓക്കെ, അപ്പോൾ OMR മാർക്കിങ്ങിൽ ക്വസ്റ്റ്യൻ്റെ നമ്പർ നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. പൊതുവേ ഞാൻ പറയാം, സ്പോട്ട് മാർക്കിംഗ് ഈസ് ബെസ്റ്റ്. സ്പോട്ട് മാർക്കിംഗ് ഈസ് ബെസ്റ്റ്. ഏറ്റവും നല്ലത് സ്പോട്ട് മാർക്കിംഗ് ആണ്. ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ റീഡ് ചെയ്തു, അത് മാർക്ക് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, അത് വിട നിങ്ങൾ. തേർഡ് ക്വസ്റ്റ്യൻ കിട്ടി, അറ്റൻഡ് ചെയ്തു. ഫോർത്ത് ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, അത് സ്കിപ്പ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. ഓക്കെ, അങ്ങനെ സ്പോട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾ അവസാനം മാർക്ക് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ എക്സാം കഴിയാൻ സമയമായിട്ടുണ്ടാവും. ഇൻവിജിലേറ്റേഴ്സ് പേപ്പേഴ്സ് ഒക്കെ വാങ്ങുന്നുണ്ടാവും ചിലപ്പം. അപ്പോൾ അയാൾ പറയുന്നുണ്ടാവും ഇത്ര ടൈമേ ഉള്ളൂ. ഓൾറെഡി ടെൻഷൻ നിൽക്കുകയാണ്. അതിൻ്റെ പുറമെയാണ് പിന്നെ നമ്മൾ വേറൊരു ഭാഗത്ത് എഴുതിയിട്ട് ഇങ്ങോട്ട് എഴുതാൻ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എഴുതുന്നതിൻ്റെ ഇടയ്ക്ക്, മാർക്കിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒന്നും എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്ത് പോകും, വിട്ടുപോകും. അങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിന് താഴേക്കുള്ളതെല്ലാം തന്നെ പോയി കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് നല്ല പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് നിന്ന് സംഭവിച്ചതായിട്ട് അനുഭവത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഈ മാർക്കിംഗ് ആണ് ബെസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുക, അപ്പോൾ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ അറിയില്ല എങ്കിൽ മൂന്നാമത്തേതിലേക്ക് പോവുക. അങ്ങനെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്ത് പോവുക. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു നിർദ്ദേശമായിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, നിങ്ങൾ 2 പ്രാവശ്യങ്ങൾ 2 ടൈംസ് ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യാൻ നോക്കാം. 2 ടൈംസ് ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യുന്നതിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്താണ് സാർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ 2 ടൈംസ് റീഡ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു, അത് അറ്റൻഡ് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റിന് വായിച്ചു, നമുക്ക് കൺസെപ്റ്റ് കിട്ടുന്നില്ല. ചില കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന് കിടന്നങ്ങ് കടിച്ചു തൂങ്ങും. അങ്ങനെ കിട്ടാൻ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിൽക്കും. തേർഡ് ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല, ഫോർത്ത് ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല. അപ്പോൾ അതിങ്ങനെ നിൽക്കും. അത് ചെയ്യരുത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടില്ലെങ്കിൽ വിടുക, 3ലേക്ക് പോവുക, 4ലേക്ക് പോവുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്യാം. ചിലപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ കൺസെപ്റ്റ് കിടക്കുന്നത് ചിലപ്പം 45ാമത്തെ ക്വസ്റ്റ്യനിലാവും. നമ്മൾ 45ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പോഴായിരിക്കും ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കത്തുക. നമ്മളെല്ലാം ബ്രെയിൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ബ്രെയിന് അതിൻ്റെ കണക്ഷൻസ് കിട്ടുമ്പോൾ, അതിൻ്റെ കോറിലേഷൻസ് കിട്ടുമ്പോഴാവും ബ്രെയിൻ അത് എടുത്തിട്ട് തരാം. അപ്പോൾ ഈ കടിച്ചു തൂങ്ങുന്ന ഈ ക്വസ്റ്റ്യൻ തന്നെ നിൽക്കുന്ന ഒരു കുട്ടി എന്താ, അവനൊരിക്കലും 45ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എത്താൻ പോകുന്നില്ല. അവനൊരു 35 ക്വസ്റ്റ്യൻ ആകുമ്പോഴേക്കും അവൻ്റെ ടൈം കഴിയും. അവൻ അടുത്ത സബ്ജക്റ്റിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവനെ നെഗറ്റീവായിട്ടല്ലേ ബാധിക്കുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വായിക്കുക. ഓപ്ഷൻസിൽ കൺഫ്യൂഷൻ ഉണ്ടോ, കറക്റ്റ് ആണോ, അപ്പം തന്നെ മാർക്ക് ചെയ്യുക. ഓപ്ഷനിൽ കൺഫ്യൂഷൻ ഉണ്ടോ, വിടാം, സമയമുണ്ടല്ലോ, നമുക്ക് ചെയ്യാം. അങ്ങനെ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു റൗണ്ട് റീഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നമുക്ക് മാക്സിമം മാർക്കെല്ലാം തന്നെ കിട്ടി. സെക്കൻഡ് നിങ്ങൾ റീഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ 50 ക്വസ്റ്റ്യൻ റീഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടിയതെല്ലാം തന്നെ നിങ്ങളെ ബ്രെയിൻ ഫീഡ് ചെയ്തിട്ട് സെറിബ്രം അതെല്ലാം തന്നെ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മളെ കോൺഫിഡൻസ് ഒക്കെ കൂട്ടി നമ്മുടെ ഹോർമോൺ ലെവലൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ നിൽക്കായിരിക്കും. അപ്പോഴാണ് രണ്ടാമത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി കൺസെപ്റ്റ് ബ്രെയിൻ ഇങ്ങനെ നമുക്ക് തരും. ഇത് ബ്രെയിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, ബ്രെയിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ലിമിറ്റഡ് ക്വസ്റ്റ്യൻസിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കരുത്. രണ്ടാമത്തെ ടൈമിൽ നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക. മൂന്നാമത്തെ ടൈമൊന്നും റീഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുക. അതിനുള്ള ടൈമെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, മൂന്നാമത്തെ ടൈം റീഡ് ചെയ്യാനാണെങ്കിൽ ബെസ്റ്റാണ്, പക്ഷെ അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ 2 ടൈമെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നിങ്ങളെടുത്ത എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം എന്ന് ടാർഗറ്റ് ചെയ്ത് പോകുന്നതിൽ പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ആളുകൾ പറയാറുണ്ട്, നമ്മൾ ടാർഗറ്റ് ചെയ്യണം, ഞാൻ 650 ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യും, ഞാൻ 680 ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്യും, ഞാൻ 620 ക്വസ്റ്റ്യൻ എന്തായാലും അറ്റൻഡ് ചെയ്യും, ടാർഗറ്റ് ചെയ്ത് പോവാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസിനെ ടാർഗറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, നീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ 650 മാർക്ക് എന്തായാലും വേണം. ഓക്കെ,
650 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ, കേരളത്തിലുള്ള നല്ലൊരു അടിപൊളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. 613 മാർക്കുകളാണ് ലാസ്റ്റ് നീറ്റ് 2020 എടുത്ത ലാസ്റ്റ് മാർക്കായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിന് എന്തായാലും നമുക്കൊരിക്കലും ഒരു 200 ക്വസ്റ്റ്യൻസിൽ ഒരിക്കലും ഒരു 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ഈ മാർക്ക് കിട്ടില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, ടാർഗറ്റ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില ആളുകൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവരെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ ബാധ്യത തീർക്കുന്നത് പോലെ എന്ത് ചെയ്യും, ഇത് ചെയ്യും. അതായത് എന്തായാലും ഞാനൊരു 150 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും, ഞാൻ എന്തായാലും ഒരു 180 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അത് സ്വാഭാവികമായിട്ടും അതിലിങ്ങനെ ടെൻസ്ഡായിട്ട് നമുക്ക് അറിയുന്നതും തെറ്റിക്കുക, അല്ലെങ്കിൽ അറിയാത്തത് നമ്മൾ വെറുതെ മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടുക. മാർക്ക് ചെയ്യുന്നതിന് എണ്ണം കൂട്ടുന്നത് നീറ്റ് എക്സാമിനേഷന് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. ഈ നീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ 650 മാർക്ക് അല്ലെങ്കിൽ 615 മാർക്ക് ഒരു ഓൾ ഇന്ത്യ ലെവലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. അതിന് ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നൊരു ഫ്രെയിം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായാൽ മതി. അതല്ലാതെ ഒരു ബാധ്യത തീർക്കുന്നത് പോലെ നീറ്റ് എക്സാമിനേഷൻ നമ്മൾ ഒരിക്കലും കാണരുത്. നീറ്റ് എക്സാം നമ്മുടെ ലൈഫ് ഡിറ്റർമൈൻ ചെയ്യുന്ന, നമ്മുടെ ഫ്യൂച്ചർ സ്റ്റഡി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു എക്സാമാണ് എന്ന രീതിയിൽ അതിനെ കാണും. മനസ്സിലായല്ലോ? ഇനി പറയാൻ പോകുന്ന കാര്യം മക്കളൊന്ന് ശരിക്കും ശ്രദ്ധിക്കാം. നോക്കൂ, ബയോളജിയിൽ 90 ക്വസ്റ്റ്യൻസ് ആണല്ലോ റീഡ് ചെയ്യാൻ പോകുന്നത്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ സുവോളജിയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ്, ബോട്ടണിയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് മാറി, അങ്ങനെ 10 ക്വസ്റ്റ്യൻസ് മാറി. പിന്നീടുള്ളത് 90 ക്വസ്റ്റ്യൻസ് ആണ്. ആ 90 ക്വസ്റ്റ്യൻസിൽ നമ്മൾ 85 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്തത് എന്ന് വിചാരിക്കാം. 85 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്തത്. 85 ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നമുക്ക് വന്നു. ഓക്കെ, 5 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയില്ല. നമുക്ക് തന്നതിൽ നിന്ന്, നമുക്ക് അലോട്ട് ചെയ്തത് തന്നതിൽ നിന്നും നമ്മൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 5 ക്വസ്റ്റ്യൻസ് ബോട്ടണിയിലും 5 ക്വസ്റ്റ്യൻസ് സുവോളജിയിലും നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതിൻ്റെയും പുറമെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടലായിട്ട് ചെയ്തത് 85 ക്വസ്റ്റ്യൻസ് ആണ്. 85 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ടോട്ടലായിട്ട് ചെയ്തത്. ഈ 85 × 4 നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് ബയോളജിയിൽ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഏകദേശം 340ഓളം മാർക്സ് നിങ്ങൾക്ക് ആ ഭാഗത്ത് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണ് എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. ഇനി നിങ്ങൾ കെമിസ്ട്രിയിലേക്ക് പോകുമ്പോൾ, കെമിസ്ട്രിയിലും ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ 45 ക്വസ്റ്റ്യൻസ് ആണ് OMR വഴി റീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 45 ക്വസ്റ്റ്യൻസിൽ ഇല്ല, 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല, 40 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞുള്ളൂ. അപ്പോൾ ആ 40 × 4 അവിടെയും നോക്കൂ, നിങ്ങൾ 160 മാർക്കാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുക. സ്വാഭാവികമായിട്ടും അവിടെ നിങ്ങൾക്ക് 20 മാർക്ക് പോകുന്നു, കാരണം നിങ്ങൾ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇനി ഫിസിക്സിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, ഫിസിക്സിൽ നിങ്ങൾക്കൊരു 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക. നിങ്ങളാകെ 35 ക്വസ്റ്റ്യനെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 35 × 4 ഏകദേശം അവിടെ 120 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, കിട്ടുകയാണ്. ഇത് തന്നെ ആഡ് ചെയ്താൽ ഏകദേശം 650 എത്തി. 650 മാർക്ക് ഏകദേശം എത്തി. നീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏറെക്കുറെ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ട്. ബയോളജിയിൽ നമുക്ക് അലോട്ട് ചെയ്തതിൽ നിന്നും ചിലത് നമ്മൾ സ്കിപ്പ് ചെയ്തു. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ നമുക്ക് അലോട്ട് ചെയ്തതിൽ നിന്ന് ചിലത് നമ്മൾ മാറ്റി. ഫിസിക്സിൽ നമുക്ക് അലോട്ട് ചെയ്തതിൽ നിന്ന് നമ്മൾ മാക്സിമം കുറക്കാനുള്ളത് കുറച്ചു. എന്നിട്ടും നമുക്ക് കിട്ടുന്ന മാർക്ക് നീറ്റ് എക്സാമിനേഷൻ്റെ മെയിൻ സ്ട്രീമിൽ വരാനുള്ള മാർക്ക് നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. നെഗറ്റീവ് മാർക്ക് ഇല്ല എങ്കിൽ അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ ടാർഗറ്റ് ചെയ്ത് പോകുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം എന്ന് വാശി പിടിക്കുന്നതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് റിലാക്സേഷൻ ഉണ്ട്. ഒരിക്കലും നീറ്റ് എക്സാം NTA കണ്ടക്ട് ചെയ്യുന്നത് നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, നമ്മൾക്ക് എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ഒരു ടഫ് എക്സാം ആയിട്ടല്ല നീറ്റ് വരുന്നത്, സിമ്പിൾ എക്സാം ആയിട്ടാണ്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് നീറ്റ് ടഫാണ്, നീറ്റ് കിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നീറ്റ് വളരെ സിമ്പിളാണ്.
അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസിന് പുറമെ ചിലത് നിങ്ങൾ നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലാതെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും തൊട്ടടുത്തുള്ള ആളെ നോക്കിയിട്ട് മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. പലപ്പോഴും കുട്ടികൾ അങ്ങനെ ഒരു അബദ്ധം കാണിക്കാറുണ്ട്. തൊട്ടടുത്തുള്ള ആള് അങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ടാവും, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കാണുമ്പോൾ നമ്മളും ഒരു പക്ഷേ ടെൻസ്ഡ് ആവും. കാരണം അയാളെ പറ്റി യാതൊരു വിധ ഐഡിയ നമ്മളില്ല. ആളെവിടെയാണ്, എങ്ങനെയാണ് പഠിച്ചത്, എന്താണ് ഈ മാർക്ക് ചെയ്യണത്, ഈ ഒരു ഐഡിയയും നമ്മളെടുത്തില്ല. എന്നാലും നമ്മൾ വെറുതെ ടെൻഷൻ ആവാണ്. ഓക്കെ, വെറുതെ നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്ത ഒരാളാണ്, എന്നാൽ നമ്മൾ വെറുതെ ടെൻഷൻ ആവാണ്. അവൻ ഇത്ര കഴിഞ്ഞല്ലോ, അവർ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് മറിക്കണ്ടാവും, ഇങ്ങോട്ട് മറിക്കണ്ടാവും, ഒരുപാട് ലെവലിൽ നിന്നുകൊണ്ടൊക്കെ അവർ ആലോചിക്കുന്നുണ്ടാവും. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി, നമ്മൾ നമ്മുടെ മാർക്ക് നോക്കിയാൽ മതി, നമ്മൾ നമ്മുടെ ഫ്യൂച്ചർ നോക്കിയാൽ മതി. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയിട്ട് ചെയ്യുക. സൈഡിലേക്കോ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ നോക്കിയിട്ട് ചെയ്യരുത്. കാരണം ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാർ ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്ര നല്ല ലെവലിൽ പഠിച്ചു പോയിട്ടും കാര്യമില്ല. ആ 3 മണിക്കൂർ, എക്സാം ഹാളിലുള്ള 3 മണിക്കൂറാണ് നമ്മളെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. എക്സാം ഹാളിൽ ഉള്ള ആ 3 മണിക്കൂർ കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് എഴുതാൻ കഴിഞ്ഞോ, ദെൻ ബിക്കം സക്സസ്. അതല്ല, അത് നമുക്ക് പറ്റിയിട്ടില്ലേ, നമ്മുടെ വർഷങ്ങളെല്ലാം തന്നെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, അതിൽ ഇതൊക്കെ ഫാക്ടറാണ്. തൊട്ടടുത്തുള്ള ആള്, സ്കൂൾ അറ്റ്മോസ്ഫിയർ, ഇൻവിജിലേറ്റേഴ്സ്, ഇതെല്ലാം തന്നെ അതിൻ്റെ ഫാക്ടേഴ്സാണ്. കാരണം ആ 3 മണിക്കൂറിൽ എന്തൊക്കെ ചിന്തകൾ, എന്തൊക്കെ തോട്ട്സ് നമ്മുടെ മനസ്സിലൂടെ പോകുന്നോ അതെല്ലാം അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വളരെ മൈനറായ ഈ ഒരു കാര്യം പോലും നിങ്ങളോട് പറയുന്നത്. തൊട്ടടുത്തുള്ള ആളെ നോക്കിയിട്ട് ഒരിക്കലും നിങ്ങൾ എക്സാംസ് എഴുതാൻ വേണ്ടി ശ്രമിക്കരുത്. നിങ്ങളെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, എക്സാംസ് എഴുതുക. അതേ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുകയുള്ളൂ. ഓക്കെ, അതോടൊപ്പം തന്നെ മക്കളെ, നിങ്ങൾ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് പെന്ന് നിങ്ങൾ കരുതേണ്ടതുണ്ട് നിങ്ങളുടെ കയ്യിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നോക്കൂ, അതിലെ ഇൻസ്ട്രക്ഷൻസിൽ ബ്ലൂ ഓർ ബ്ലാക്ക് പെൻ ഇസ് പ്രൊവൈഡഡ് ബൈ ദി സെൻറ്റർ എന്നാണ്, അതോറിറ്റി അല്ലെങ്കിൽ സ്കൂൾ അത് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യുക, ഒരു പേന നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ കരുതുക. അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടിത്തരും. ഈവൻ അത് സെൻറ്ററിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യേണ്ടെങ്കിൽ നമുക്കത് കളയാവുന്നതല്ലേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് കളയാമല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എക്സാം ഹാളിൻ്റെ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതിയല്ലോ. പക്ഷെ നമ്മുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലൊരു പേന വെച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് ഒരു മാൾ പ്രാക്ടീസ് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ OMR ഷീറ്റിൽ അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ദ കാൻഡിഡേറ്റ് ഈസ് നോട്ട് അലൗഡ് ടു ക്യാരി ദ ഒറിജിനൽ ഓർ ദി മാസ്റ്റർ കോപ്പി ഓർ ദ ഓഫീസ് കോപ്പി ഓഫ് ദി OMR ഷീറ്റ് വിത്ത് ഹിം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം നിങ്ങൾ എന്താണോ നിങ്ങളുടെ കയ്യിൽ തന്ന ആൻസർ ഷീറ്റ് അത് ആ ഇൻവിജിലേറ്ററെ ഏൽപ്പിക്കുക. അതല്ലാതെ അത് നിങ്ങൾ 2 പാർട്ടാക്കി മാറ്റിയിട്ട് ഒന്ന് നിങ്ങളുടെ കയ്യിലും ഒന്ന് അവരുടെ കയ്യിലും കൊടുക്കാനുള്ള ശ്രമമൊന്നും നടത്തരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻവിജിലേറ്റേഴ്സോട് നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക. മാൾ പ്രാക്ടീസ് നിങ്ങൾ എക്സാം ഹാളിൽ നടത്താതിരിക്കാൻ വേണ്ടി നോക്കുക. OMR ഷീറ്റ് നിങ്ങൾ ഏൽപ്പിച്ചതുപോലെ തന്നെ കൃത്യമായിട്ട് അതിൽ മാർക്കെല്ലാം ചെയ്ത് ആൻസേഴ്സ് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഓഫീസ് കോപ്പിയും അതിൻ്റെ ഒറിജിനൽ കോപ്പിയും നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ ഏൽപ്പിക്കുക. അത് സെപ്പറേറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾക്കല്ല ഉള്ളത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക. അവിടെ ഒരു മാൾ പ്രാക്ടീസിനോ ഒന്നും നിങ്ങൾ നിൽക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി ഈ സെഗ്മെന്റിന്റെ 3ാമത്തെ പാർട്ടിലേക്ക് ഞാൻ കടക്കാണ്. ഇത് സബ്ജക്റ്റ് അനാലിസിസിലൂടെ സബ്ജക്റ്റിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്താലാണ് നിങ്ങൾക്ക് ഗുഡ് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതും നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സബ്ജക്റ്റുകളിലൂടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലൂടെ നിങ്ങളെ എങ്ങനെ നമുക്ക് ഗുഡ് റിസൾട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എങ്ങനെയാവണം പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതിന് മക്കൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, NTA കണ്ടക്ട് ചെയ്ത എക്സാമിനേഷന് നീറ്റിൻ്റെ പാറ്റേൺ, നീറ്റിൻ്റെ സിലബസ് NCERT ടെക്സ്റ്റ് ബുക്കാണ്. അതുകൊണ്ട് NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിക്കുക. NCERT ടെക്സ്റ്റ് ബുക്ക് മാത്രം നിങ്ങൾ പഠിക്കുക.
ഓക്കെ, അങ്ങനെ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു രീതി നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നിങ്ങൾ മാറ്റുക. നിങ്ങളുടെ ഡൗട്ട്, നിങ്ങളുടെ വീക്കായ ഭാഗങ്ങൾ, നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലുണ്ടാകുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ, എറേഴ്സ്, ഇതെല്ലാം നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടായിരിക്കണം, ഒബ്ജക്റ്റീവ് ബുക്ക് വെച്ചിട്ടാവരുത്. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, അത് ശ്രദ്ധിക്കുക. കാരണം NCERT ഒരു തവണ നിങ്ങൾ റീഡ് ചെയ്താൽ ഞാൻ പറയുന്നു 1000 റാങ്ക് നിങ്ങൾ മുകളിലെത്തും. NCERT രണ്ടാമത് റീഡ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയാൽ 2000 റാങ്ക് നിങ്ങൾ മുകളിൽ കയറും. ഇതിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ മുമ്പുള്ള ഒരാൾ, തൊട്ട് ഒരു മാർക്ക് മുകളിലുള്ള ഒരാൾ നീറ്റിന് ക്വാളിഫൈ ആവുന്നതും നിങ്ങൾ ക്വാളിഫൈ ആവാത്തതും ഉള്ള ഒരവസ്ഥ വരുമ്പോഴാണ്. അപ്പോഴാണ് മാനസികമായിട്ട് നിങ്ങൾ തളരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ തൊട്ട് മുമ്പ് മാർക്ക് കിട്ടിയ 615 മാർക്ക് കിട്ടിയ ആൾക്ക് MBBS സെലക്ഷൻ കിട്ടുന്നു. 614 മാർക്ക് കിട്ടിയ ആള് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ടെൻഷൻ ആവാൻ പോകുന്നത്. അപ്പോഴാണ് ഞാൻ ഈ NCERT വായിക്കാൻ വേണ്ടി പറഞ്ഞതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് മക്കളെല്ലാവരും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഡൗട്ട് വരുന്നുണ്ടോ, NCERTയിലേക്ക് പോവാം. നിങ്ങൾക്ക് വീക്ക് പോയിന്റ് ഉണ്ടോ, നിങ്ങൾക്ക് പ്രയാസമുണ്ടോ, NCERTയിലേക്ക് പോവാം. നിങ്ങൾക്ക് ജനറ്റിക്സ് ടഫാണോ, നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി ടഫാണോ, നിങ്ങൾക്ക് ഒപ്റ്റിക്സ് ടഫാണോ, നിങ്ങൾക്ക് ഗ്രാവിറ്റേഷൻ ടഫാണോ, NCERTയിലേക്ക് പോവാം. NCERT റീഡ് ചെയ്യുക, NCERTയിലൂടെ തീർക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ അതായിരിക്കണം നിങ്ങളുടെ ശീലം. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും ശരി NCERT ടെക്സ്റ്റ് ബുക്കിലൂടെ ആയിരിക്കണം നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, ഇനി ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഫിസിക്സ് ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിലെല്ലാം തന്നെ വരുന്ന ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് ആ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഫിസിക്സിൽ നിങ്ങൾ ഇക്വേഷൻസിലൂടെയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും കടന്നു പോകുന്നത്. ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് ആ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പ്രോബ്ലം എങ്കിലും നിങ്ങൾ ചെയ്ത് അതിനെ നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഫിസിക്സിലെ ഒരുവിധം മാർക്ക് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഫിസിക്സിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്ത് അത് വെച്ചൊരു പ്രോബ്ലം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുകയാണെങ്കിൽ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് ഫിസിക്സിന് സേവ് ചെയ്യാം. ഇനി കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, തിയറിറ്റിക്കലായ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം കൂടുതൽ ഉണ്ടാവുക, പ്രോബ്ലം വഴി ക്വസ്റ്റ്യൻസ് കുറവായിരിക്കാം. അതിനാൽ NCERT ടെക്സ്റ്റ് ബുക്കിലൂടെ തന്നെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ കെമിസ്ട്രിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. നീറ്റിന് നല്ല മാർക്ക് ഉണ്ടാവും. ലാസ്റ്റ് നീറ്റിലും NCERT വിട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കെമിസ്ട്രിയിലും ചോദിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ബയോളജിയുടെ ഭാഗത്തേക്ക് നമുക്ക് വരുമ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്, ബയോളജിക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ബയോളജിക്ക് എന്നല്ല, ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലെല്ലാം തന്നെ NTA കണ്ടക്ട് ചെയ്യുന്ന എക്സാമിനേഷന് ഉള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് 20:20:5 എന്ന പാറ്റേൺ. 20:20:5 എന്ന പാറ്റേൺ, 45 എന്ന ക്വസ്റ്റ്യൻസ് എന്ന പാറ്റേൺ. ഈ പാറ്റേണിൽ ഈ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് വളരെ ഈസി ആയിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വരുമോ എന്ന് നമ്മൾ ചിന്തിച്ചു. ലാസ്റ്റ് നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് എടുത്ത് നോക്കിയേ. നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നീറ്റിന് വരുമോ? ഒരു പക്ഷേ ഞാൻ തന്നെ ആലോചിച്ചു, വിച്ച് വൺ ഇസ് ദ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ ഐ? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പഠിക്കുന്ന കാര്യമാണത്. ആ കാര്യമാണ് നീറ്റ് എക്സാമിനേഷന്റെ ഒരു മെയിൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുമോ എന്ന് നമുക്ക് തോന്നിപ്പോവും. ആ തോന്നൽ ഒരു പക്ഷേ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും. ചില കുട്ടികൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമോ, ഇതൊക്കെ പഠിക്കണോ, ഇപ്പൊ NCERT കുറെ പഠിച്ചിട്ട് ഇപ്പൊ എന്താ, NCERT ഞാൻ ഓക്കെ ആയില്ലേ, NCERT ഞാൻ പെർഫെക്റ്റ് ആയില്ലേ, ഇങ്ങനെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം വരുമോ സർ? ഓക്കെ, അപ്പൊ അങ്ങനെ ചിന്തിക്കരുത്. അത് NTA കണ്ടക്ട്, അത് ഏത് എക്സാമും നിങ്ങൾ എടുത്ത് നോക്കൂ. എക്സാമുകളെല്ലാം നമ്മളെ ടഫാക്കാൻ വേണ്ടിയിട്ടാണോ? അതിലൊരു ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുക? അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ഏതാ? ഒരു എക്സാമും ഇല്ല. അതിലുള്ള ചില ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ടും എന്താണ്, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാവണം. ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ആളുകൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ചില ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് ആളുകൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, 20 ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരിക്കും. അതാണ് +2 കഴിഞ്ഞ കുട്ടികൾ
+2ന്റെ കൂടെ തന്നെ നീറ്റ് എക്സാമിനേഷൻ എഴുതുമ്പോൾ അവർ പറയുന്നത് എക്സാം വളരെ എളുപ്പമായിരുന്നു സാർ, എക്സാം വളരെ ഈസി ആയിരുന്നു, റാങ്ക് കിട്ടുമോ സംശയമാണ്. അപ്പം എന്താണ് അവർ ഈസി എന്ന് പറയുന്നത്? ഞാൻ വായിക്കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും സാർ, അതെല്ലാം കറക്റ്റാണ് സാർ. അതെന്താ അവർ ഈ പറയണത്? ഈ 20 ക്വസ്റ്റ്യൻസ് ഇതവർക്ക് ഈസി ആയിരിക്കും. എന്നാൽ ഈ 20 ക്വസ്റ്റ്യൻസോ അത് NCERT വായിച്ച ഒരാൾക്ക് കിട്ടുള്ളൂ. NCERT 4-5 പ്രാവശ്യം വായിച്ച ഒരാൾക്ക് ഈ 20 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇത് NCERT വെച്ചിട്ട് അത്യാവശ്യം ടഫാക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത 5 ക്വസ്റ്റ്യൻസ് അത് മാക്സിമം ടഫാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെക്കാൾ കൂടുതൽ NCERT ടെക്സ്റ്റ് ബുക്ക് അനലൈസ് ചെയ്ത ഒരാളാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളെ കൂടി നമ്മുടെ മൈൻഡിൽ കാണാം. നിങ്ങളെ കംപ്ലീറ്റ് സൈക്കോളജി അയാൾക്കറിയാം, നിങ്ങൾ എവിടെ തെറ്റിക്കും എന്ന് അയാൾക്കറിയാം. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ബയോളജിയിൽ വരുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, എങ്ങനെയാണ് ഇയാൾ ഈ ക്വസ്റ്റ്യനെ പ്രിപ്പയർ ചെയ്തത് എന്നുള്ളത്. പ്രത്യേകിച്ച് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ആ ഗ്രാഫിയൻ ഫോളിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിനേഷന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് ഒരു ആരോ മാർക്കിലാണ് അയാൾ വേരിയേഷൻ വരുത്തിയത്. ഒരു ആരോ മാർക്കിൽ ആ ടെർഷറി ഫോളിക്കിളും ഗ്രാഫിയൻ ഫോളിക്കിളും ഉള്ള ഭാഗത്ത് ആ ആരോ കൂടി ചേർന്നിട്ട് വരുന്ന ആരോ മാർക്കിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ആൾ ചോദിച്ചു, ഈ ഡയഗ്രത്തിൽ ഏതാണ് തെറ്റായിട്ട് മാർക്ക് ചെയ്തത്. അപ്പം എങ്ങനെ അയാൾ ആ ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അപ്പം നമ്മളെക്കാൾ കൂടുതൽ NCERT വായിച്ച പ്രാക്ടീസ്ഡ് ആയ ആളുകളാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ പോകുന്നത് എന്ന് നമ്മൾ മൈൻഡിൽ കാണണം. നമ്മുടെ ശത്രുവിനെ നമ്മളെക്കാൾ മുകളിലാണ് ആള് എന്ന് നമ്മൾ എപ്പോഴും കാണണം. ഓക്കെ, ശത്രു എന്ന് ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പാറ്റേണാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും മുകളിൽ കാണണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അപ്പോൾ NCERT നമ്മൾ മാക്സിമം ഡയഗ്രം എല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നോക്കിയിട്ട് വേണം പോവാൻ. അത് മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ 5 ക്വസ്റ്റ്യൻസ് അവർ മാക്സിമം ടഫാക്കിയിട്ടുണ്ടാവും. അത് NCERT അത്യാവശ്യം വായിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് 20:20:5 എന്ന് പറയുന്ന പാറ്റേൺ വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അത്യാവശ്യം NCERT വായിച്ച ഒരാളാണെങ്കിൽ ബയോളജിയിൽ നിന്ന് നീറ്റ് കിട്ടാനുള്ള എല്ലാവിധ യോഗ്യതയും നിങ്ങൾക്കുണ്ട്. 5 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ NTA നിങ്ങൾ അനുവദിക്കുന്നു. ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ സ്കിപ്പ് ചെയ്തു. ഈ 20+20 നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഈ 20 നിങ്ങൾ ചെയ്തു. ഇവിടെ 20 നിങ്ങൾ ചെയ്തെങ്കിൽ ബയോളജി നിങ്ങൾ സേവ്ഡായി. 160 മാർക്ക് ബോട്ടണിലും സുവോളജിയിലുമായിട്ട് 160+160 മാർക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യാണ്? വരികയാണ്. ബയോളജി നിങ്ങൾ സേവ്ഡാണ്. അപ്പോൾ ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? അത് പ്രത്യേകം എന്ത് ചെയ്യുക? ശ്രദ്ധിക്കാം. ഓക്കെ, ഇത് ബയോളജിൻ്റെ ഒരു പാറ്റേൺ, ബോട്ടണിക്കും സുവോളജിക്കുമുള്ള ഒരു പാറ്റേണാണ്. പിന്നെ ബയോളജി പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയാറുള്ള ഒരു കാര്യം, സെല്ലിൽ നിന്ന് തുടങ്ങുക. സെൽ ദ സ്ട്രക്ചർ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുക. ദെൻ ബയോമോളിക്യൂൾ പഠിക്കുക. ദെൻ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ പഠിക്കുക. ഇത് 3ഉം ഒരു യൂണിറ്റാണ്. ബയോമോളിക്യൂള്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ശേഷം നിങ്ങൾ ജെനറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യുക. ജെനറ്റിക്സ് 1, ജെനറ്റിക്സ് 2, എവല്യൂഷൻ. ശേഷം നിങ്ങൾ ബയോടെക്നോളജിയിലേക്ക് എന്ത് ചെയ്യുക? എൻ്റർ ചെയ്യുക. ബയോടെക്നോളജി 1, ബയോടെക്നോളജി 2. ഇതോടുകൂടി ബയോളജിയുടെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന ചാപ്റ്റേഴ്സുകൾ നിങ്ങളുടെ കയ്യിലായി. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഹ്യൂമൻ ഫിസിയോളജിയാണ്. നിങ്ങൾ ബയോമോളിക്യൂൾ പഠിച്ചത് കൊണ്ട് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ നിങ്ങൾക്ക് എളുപ്പമാവും. ഓക്കെ, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ, ബ്രീത്തിങ്, ബോഡി ഫ്ലൂയിഡ്സ്, എക്സ്ക്രീഷൻ, ലോക്കോമോഷൻ, ന്യൂറൽ, കെമിക്കല്, ദെൻ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പഠിക്കുക. ശേഷം ബോട്ടണിയിലെ ഫിസിയോളജി പഠിക്കുക. ട്രാൻസ്പോർട്ടിംഗ് പ്ലാന്റ്സ്, മിനറൽ ന്യൂട്രീഷന്, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ദെൻ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഇതോടുകൂടി മാക്സിമം ചാപ്റ്റേഴ്സ് നമ്മുടെ കയ്യിലായി. ഇതിനുള്ള ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ സമയമെടുത്ത് നമ്മൾ വായിക്കേണ്ടതാണ്. ലിവിങ് വേൾഡ്, അത് അനിമൽ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്, അതുപോലെ തന്നെ സുവോളജിയിൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ്, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഈ ചാപ്റ്ററെല്ലാം തന്നെ വളരെ സാവധാനം നമ്മൾ വായിച്ച് മനസ്സിലാക്കി എടുക്കേണ്ട ചാപ്റ്റേഴ്സാണ്. അതിലേക്കെല്ലാം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നല്ല സാധ്യതയുണ്ട്. മാത്രമല്ല അത് ഡ്രൈ ചാപ്റ്റേഴ്സാണ്. നമ്മൾ വളരെ സാവധാനം അത് വായിക്കാൻ തന്നെ പറ്റുള്ളൂ. ബോട്ടണിയുടെ ഭാഗത്ത് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ഈക്കോസിസ്റ്റം, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഈ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ഡ്രൈ ചാപ്റ്റേഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വായിച്ചെടുക്കാൻ സമയം വേണം. അത് സാവധാനം നിങ്ങൾ വായിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യം കോർ പാർട്ട് നമ്മുടെ കയ്യിലാക്കുക.
പെട്ടെന്ന് പഠിച്ച് കിട്ടുന്ന ഭാഗങ്ങൾ നമ്മൾ കയ്യിലാക്കുക. ശേഷം എന്ത് ചെയ്യുക, അതിൻ്റെ അവസാന ഭാഗം ഡ്രൈ ചാപ്റ്റേഴ്സ് വളരെ സാവധാനം വായിച്ചിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഫിസിക്സിലൂടെ ഇക്വേഷൻസിലൂടെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഫിസിക്സിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ നോക്കുക. കെമിസ്ട്രിയിൽ നിങ്ങൾ NCERT തന്നെ കവർ ചെയ്യുക. ബയോളജിയിൽ ഞാൻ ഈ പറഞ്ഞ ചാപ്റ്റർ ലിസ്റ്റിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അർഹതപ്പെട്ട റിസൾട്ട്, നിങ്ങൾ വർക്ക് ചെയ്ത റിസൾട്ട് എന്തായാലും നിങ്ങളടുത്ത് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ 4ാമത്തെ പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. 4ാമത്തെ പാർട്ടിൽ നിങ്ങളുടെ സക്സസിനെ പറ്റിയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ വിക്ടറിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഡ്രീംസ് അതിൻ്റെ യഥാർത്ഥ ലെവലിൽ എത്താൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. നോക്കൂ, നമ്മുടെ പ്രിപ്പറേഷൻ +1 കൂടെ അല്ലെങ്കിൽ +2 കൂടെ അല്ലെങ്കിൽ നമ്മളൊരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയ അതിൻ്റെ റിസൾട്ട് നമുക്ക് എത്താൻ പോവുകയാണ്. സെപ്റ്റംബർ 12 കൂടിയിട്ട് നമുക്ക് ഏകദേശം അത് അറിയാം. അപ്പോൾ ശരിക്കും നീറ്റ് എക്സാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരോഗ്യ മേഖലയ്ക്ക്, മെഡിക്കൽ മേഖലയിലേക്ക് സർവ്വസമയവും സേവന സന്നദ്ധരായ ഡോക്ടേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നീറ്റ് എക്സാമിൻ്റെ എയിം. പലപ്പോഴും കുട്ടികൾ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ പഠിച്ച തന്നെ വീണ്ടും പഠിക്കുന്നു, 1 വർഷം അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, 2 വർഷം അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, എന്തിനാണ് ഇങ്ങനെ മക്കൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്? ഇത്രയും ഒരു ടഫായ സംഗതിയാണോ നീറ്റ്? അങ്ങനെ പലപ്പോഴും കാണാറുണ്ട്. ആ എക്സാമിനേഷൻ്റെ ഒരു എയിമായിട്ട് എനിക്ക് തോന്നിയത്, സൊസൈറ്റിയെ സർവീസ് ചെയ്യേണ്ട ഒരാൾ, അയാൾ ഏത് സമയത്തും അയാൾ സൊസൈറ്റിയെ സർവീസ് ചെയ്യാൻ തയ്യാറാവണം. ഒരു ഡോക്ടറുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ ഏത് സമയത്തും പ്രിപ്പയർ ആവണ്ടേ? അയാൾ ഏത് സമയത്തും രോഗികൾ ചികിത്സിക്കാൻ തയ്യാറാവണ്ടേ? അയാളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു രോഗി അയാൾക്ക് കൈയൊഴിയാൻ പറ്റില്ലല്ലോ, സമയത്ത് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ സർവ്വസമയത്തും ചികിത്സിക്കാൻ തയ്യാറാകുന്ന ഒരു ഡോക്ടറെ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നീറ്റ് എക്സാം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വർഷങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ സൊസൈറ്റിയിലേക്കാണ് നിങ്ങൾ ഇനി ഇറങ്ങാൻ പോകുന്നത്. ആ സൊസൈറ്റിയെയാണ് നിങ്ങൾ സർവീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കുകയാണ് നീറ്റ് എക്സാം ചെയ്തത്. ഇനി നീറ്റ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റഡി പ്ലാൻസിലേക്ക് തയ്യാറാവുകയാണ്. ഫ്യൂച്ചർ സ്റ്റഡി പ്ലാനിലേക്ക് തയ്യാറാവാണ്. മക്കളെ, നിങ്ങളൊരു ഡിസിപ്ലിൻ പഠിച്ചു. നീറ്റ് എക്സാമിനേഷനോടെ നിങ്ങളൊരു ഡിസിപ്ലിൻ പഠിച്ചു. എങ്ങനെ ഒരു സബ്ജക്റ്റ് പഠിക്കണം എന്ന് നിങ്ങൾ പഠിച്ചു. എത്ര സമയം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പഠിച്ചു. എങ്ങനെ എക്സാമിനേഷന് നിങ്ങൾ തയ്യാറാവണം എന്ന് പഠിച്ചു. അപ്പോൾ ആ അർത്ഥത്തിൽ സൊസൈറ്റിയെ സർവീസ് ചെയ്യുന്ന ഒരു ഡോക്ടറെ ഉണ്ടാക്കിയെടുക്കുകയാണ് നീറ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ സകല സമയത്തും സൊസൈറ്റിയെ സർവീസ് ചെയ്യുന്ന ഒരാൾ, ഇനി ഫ്യൂച്ചർ സ്റ്റഡി പ്ലാനിൽ കൃത്യമായ ഡിസിപ്ലിനോട് കൂടിയിട്ട് പഠിച്ചു പോകുന്ന ഒരാളെയാണ് നീറ്റ് എക്സാം പ്രതീക്ഷിക്കുന്നത്. ഇനി ചില കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാകും, ഈ സമയത്ത് ഇനി പഠിച്ചാൽ സർ റെഡി ആവൂ, എക്സാം അടുത്തില്ലേ? അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട്. എനിക്കിപ്പോൾ 450 മാർക്കേ കിട്ടുന്നുള്ളൂ, എനിക്ക് 600 മാർക്കൊന്നും കിട്ടുന്നില്ല, 650 മാർക്ക് ആവുന്നില്ല, സാറ് പറഞ്ഞല്ലോ 650 മാർക്ക് ആവണം, 620 മാർക്ക് വേണം, ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്താൽ എന്തെങ്കിലും കിട്ടുമോ? ഞാൻ പറയുന്നു, നിങ്ങളുടെ പ്രതീക്ഷ അവസാനിച്ചിട്ടില്ല. നിങ്ങൾ 450 മാർക്കിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 600 മാർക്കിലേക്ക് എത്താൻ വളരെ സിമ്പിളായിട്ട് കഴിയും. നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ടഫായൊരു ഭാഗം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ മതി. ഒരു ദിവസം നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യനെ കറക്റ്റാക്കാൻ സാധിച്ചാൽ നോക്കിയേ, 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻ കറക്റ്റാക്കാൻ സാധിച്ചില്ലേ? ഇനി ഒരു ദിവസം കൊണ്ട് നിങ്ങൾ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റാക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ നോക്കൂ, നിങ്ങൾ 15 ക്വസ്റ്റ്യനെ കറക്റ്റാക്കാൻ സാധിച്ചില്ലേ ഇനിയുള്ള ദിവസങ്ങളിൽ? അപ്പം നിങ്ങളുടെ മാർക്ക് 600-ൽ എത്തിയില്ലേ? അപ്പോൾ ഒരിക്കലും നിങ്ങൾ നിൽക്കുന്ന സർഫസ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കാര്യത്തെ ആലോചിക്കരുത്.
ഓക്കെ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഈ നീറ്റ് എന്നുള്ളത് നിങ്ങളുടെ സർഫസിനെ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. മോഡൽ എക്സാംസിലൂടെ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുക. വീക്കായ ഭാഗം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ജനറ്റിക്സ് ടഫാണ്, എനിക്ക് ബയോടെക്നോളജി ടഫാണ്, എനിക്ക് ഓർഗാനിക് ടഫാണ്. ആ വക എക്സ്ക്യൂസിലൊന്നും നിൽക്കരുത്. നിങ്ങളത് പഠിച്ചെടുത്തേ പറ്റൂ. നിങ്ങൾ അത് പഠിച്ചെടുത്തേ പറ്റൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ്സിലെത്താൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താലും ഒരുപക്ഷെ നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇനി അഥവാ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നീറ്റ് കിട്ടിയില്ല എങ്കിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്താലെങ്കിലും നീറ്റ് കിട്ടുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മാർക്ക് കൂട്ടിയേ പറ്റൂ. ഓക്കെ, അതല്ല എങ്കിൽ നിങ്ങൾ ആ 450 മാർക്കിൽ തന്നെ നിൽക്കും. 450 മാർക്കിലുള്ള ഒരാൾ മോഡൽ എക്സാമിൽ 450 മാർക്കിലുള്ള ഒരാൾ മോഡൽ എക്സാംസ് എഴുതി അയാൾ 600 മാർക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈവൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ +2ൻ്റെ കൂടെ നീറ്റ് എഴുതിയിട്ടില്ല എങ്കിലും നിങ്ങളുടെ പാരൻസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. കാരണം നിങ്ങൾ അവസാന സമയത്ത് എടുത്ത എഫേർട്ട് അതെന്ത് ചെയ്യാണ്, അതിൻ്റെ റിസൾട്ടാണ് ഈ 600 മാർക്കിലേക്ക് നിങ്ങൾ എത്തിയത്. ഒരു വർഷം നിങ്ങൾ നല്ല റിസൾട്ട് എടുക്കുകയാണെങ്കിൽ 650 അല്ലെങ്കിൽ 680 മാർക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനെ നിങ്ങൾ കെയർലെസ് ആയിട്ട് കാണരുത്. നിങ്ങൾ സർഫസിൽ നിൽക്കരുത്. നിങ്ങൾ എപ്പോഴും മുന്നോട്ട് ഉയർന്ന് വന്നുകൊണ്ടേയിരിക്കുക. ആ കാര്യം എന്ത് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണ്ട സകല സപ്പോർട്ടുകളും ടീം ബാബ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റഡി പ്ലാനിന് വേണ്ടിയിട്ട് മെഡിക്കൽ എൻട്രൻസ് സെഷനിലുള്ള നിങ്ങളുടെ വിവിധ കോഴ്സുകളെ പറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ട് അക്കാഡമിക് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് തരാൻ ടീം ബാബ തയ്യാറാണ്. ബാബ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവിധ സപ്പോർട്ടും ടീം ബാബ പ്രൊവൈഡ് ചെയ്യുന്നു. എപ്പോഴും മക്കൾ ആലോചിക്കുക, സൊസൈറ്റിയെ സർവീസ് ചെയ്യാൻ ഇതല്ലാതെ ഇത്രയും നല്ലൊരു ഫീൽഡ് അല്ലാതെ മറ്റൊന്നില്ല. നന്നായിട്ട് സൊസൈറ്റിയെ സർവീസ് ചെയ്യാൻ, ആളുകളെ പരിചരിക്കാൻ, അത്ര ഡയറക്റ്റായിട്ട് സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സിനെ സേവിക്കാൻ പറ്റിയ മറ്റൊരു ഫീൽഡിനെ നമുക്ക് കാണാൻ പറ്റില്ല. ദൈവത്തിന് തുല്യമായിട്ടാണ് കാണുന്ന ദൈവമായിട്ടാണ് ജനങ്ങൾ ഡോക്ടേഴ്സിനെ കാണുന്നത്. അവരാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. നിങ്ങളിൽ നല്ല ഓങ്കോളജിസ്റ്റ് ഉണ്ടാവാം, നിങ്ങളിൽ നല്ല പീഡിയാട്രീഷ്യൻ ഉണ്ടാവാം, നിങ്ങളിൽ നല്ല വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ സയൻസിൻ്റെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അതിലേക്ക് എത്താവുന്ന ആവേശമെല്ലാം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാം, അതിൻ്റെ കഴിവെല്ലാം തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാം. അതെല്ലാം തന്നെ ആളിക്കത്തിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. അതിൻ്റെ ഒരു സർഫസ് ലെവൽ മാത്രമാണ് നീറ്റ് എക്സാം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി എടുക്കുക. മറ്റൊരു കാര്യം, പലപ്പോഴും കുട്ടികൾ ചിന്തിക്കാറുണ്ട്, 13 ലക്ഷം കുട്ടികൾ സാർ എക്സാം എഴുതാൻ പോകുന്നു, അല്ലെങ്കിൽ 16 ലക്ഷം കുട്ടികൾ സാർ എക്സാം എഴുതാൻ പോകുന്നു, ഞാൻ എങ്ങനെയാണ് ഈ ഇതിൽ എത്തുക? നോക്കൂ, ഈ എക്സാം എഴുതുന്ന കുട്ടികളിൽ എല്ലാവരും 100% ആ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ടാണോ എഴുതുന്നത്? എത്ര പേര് എഴുതുന്നുണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കോവിഡിൻ്റെ പാൻഡമിക്കിൻ്റെ കാലഘട്ടത്തും ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് എത്ര പേരുണ്ടാവും? ഇനി നിങ്ങൾ പറയൂ, നിങ്ങൾ റിസൾട്ടിലേക്ക് അടുക്കാണോ, റിസൾട്ടിൽ നിന്ന് അകലെയാണോ? സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, ഇനിയുള്ള ദിവസങ്ങളെങ്കിലും സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എക്സാമിലേക്ക് അടുക്കല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എണ്ണം നോക്കണ്ട, എത്ര പേര് എക്സാം എഴുതുന്നു എന്ന് നോക്കണ്ട. നമുക്ക് വേണ്ടത് മെഡിക്കലിനൊരു സീറ്റാണ്. നമുക്ക് നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നമുക്ക് നല്ലൊരു സീറ്റാണ്, നല്ലൊരു പ്രൊഫഷനാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് പഠിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കൂ, ഇതിനേക്കാൾ കൂടുതലുള്ള സിലബസാണ് സ്വാഭാവികമായിട്ടും നമുക്ക് മെഡിക്കൽ MBBS പഠിക്കാനുള്ളത്. അപ്പോൾ +2 സർഫസ് ലെവലാണ്. ഇതിനേക്കാൾ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ പഠിക്കാതെ ജസ്റ്റ് ബൈ ചാൻസിൽ നമുക്ക് നീറ്റ് കിട്ടിയ ഒരാൾക്കൊരിക്കലും ആ MBBS കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനത് വഴിയിൽ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. കാരണം ബേസിക് ആയിട്ടുള്ള NCERT സെക്ഷൻ പോലും അവൻ പഠിച്ചു വന്നിട്ടില്ല.
ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബൈ ചാൻസിൽ കിട്ടുന്ന ഒരു സംഗതിയല്ല നീറ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ബൈ ചാൻസിൽ നീറ്റ് കിട്ടിയാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് അയാൾക്ക് യാതൊരുവിധ അഡ്വാൻറ്റേജും ഇല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അതിന് അഡ്വാൻറ്റേജ് ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഹാർഡ് വർക്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക. ഹാർഡ് വർക്ക് ചെയ്തവർക്കെല്ലാം തന്നെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഫിനാൻഷ്യലോ അല്ലെങ്കിൽ എക്കണോമിക്കലായ സ്റ്റാറ്റസ് ഒന്നും അതിനെ ബാധിക്കുന്നതല്ല. NCERT ടെക്സ്റ്റ് ബുക്ക് മുന്നിലുണ്ട് എങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഹാർഡ് വർക്ക് ചെയ്യുന്ന സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നീറ്റ് സുരക്ഷിതമാണ്. അത് ബാബ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അതിൻ്റെ റാങ്കുകളിലൂടെ അനലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എക്സാമിൻ്റെ ദിവസങ്ങൾ നിങ്ങളിലേക്ക് അടുത്ത് വരികയാണ്. എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക. കോവിഡിൻ്റെ പാൻഡമിക് നിൽക്കുന്നുണ്ട്. സുരക്ഷിതരായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരിക്കലും ഈ എക്സാമിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ കഴിയുന്നതും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാതെ നോക്കുക. എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, നല്ല ഹൈജീനിക്കായ ഫുഡ്, നല്ല ഭക്ഷണം നിങ്ങൾ കഴിക്കുക. ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന ചാപ്റ്ററിൽ പറയുന്നുണ്ടല്ലോ ഗുഡ് ഹെൽത്തിന് വേണ്ട ചില കാര്യങ്ങൾ. നല്ല ഭക്ഷണം, നന്നായിട്ട് വെള്ളം കുടിക്കുക, ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നന്നായിട്ട് നമ്മൾ നോക്കുക, യോഗ പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുക, നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, എക്സാം ഹാളിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, എക്സാമിലൂടെ ഉണ്ടാകുന്ന റിസൾട്ടിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, സമൂഹത്തെ സേവിക്കുന്ന നല്ല ഡോക്ടേഴ്സായിട്ട് നിങ്ങൾ സമൂഹത്തെ സേവിക്കുന്നത് നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ആരോഗ്യത്തിലൂടെ, നല്ല ഭക്ഷണത്തിലൂടെ, സാംക്രമിക രോഗങ്ങളിൽ നിന്നെല്ലാം തന്നെ മാറി നിന്നുകൊണ്ടുള്ള നല്ല ഹൈജീനിക്കായൊരു ലൈഫ് സ്റ്റൈല് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ സുരക്ഷിതരായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷന് പോകാൻ പറ്റും. ആ എക്സാമിനേഷന് ശേഷം നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുകയും ചെയ്യും. അത്തരത്തിൽ എക്സാം എഴുതി നല്ല റിസൾട്ട് ലഭിച്ച് സൊസൈറ്റിയെ സേവിക്കുന്ന നല്ല കുട്ടികളായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങൾക്ക് വേണ്ട സർവ്വവിധ സപ്പോർട്ടും ചെയ്തുകൊണ്ട് ബാബ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് പറയുന്നു. താങ്ക് യു ഫോർ ഓൾ.